Actress Revati Sampath has accused prominent Malayalam actor Siddiq, who is also General Secretary of the Association of Malayalam Movie Artists, Amma, of sexual misconduct. She recounted that Siddiq initially contacted her through a seemingly fake social media account, eventually turning the interaction sexual and trapping her in a helpless situation. Sampath revealed that despite seeking help, she found no support and had previously pursued legal action but is now reluctant to do so again. She expressed a readiness to present evidence if assured of security and support, emphasizing her ongoing struggle to return to her career. ഫേക്ക് ആണെന്ന് തോന്നുന്ന അയാൾ എന്നെ ഉപയോഗിക്കുന്ന അക്കൗണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് ചെയ്യുന്നു, സംസാരിക്കുന്നു, പിന്നെ കോണ്ടാക്റ്റിലാവുന്നു. അതൊരു 1-2 ഇയറോളം എനിക്ക് തോന്നുന്നു അയാൾ കോണ്ടാക്റ്റിലാണ്. ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയൊക്കെ ചെയ്യും, കാര്യങ്ങൾ ഊഹിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ മോളെന്ന് വിചാരിക്കും. മോളെ വിളിക്കുന്ന ഒരാൾ അന്ന് എന്താ എനിക്കെന്താണ് എൻ്റെ അപ്പൻ്റെ പ്രായമൊക്കെ ഉള്ളൂ, ലൈക്ക് നമ്മൾ ഒരിടത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. സോ അതിനുശേഷം ഇതുപോലെ ഒരു ടൈമിലൊരു വെക്കേഷൻ സമയത്തിയപ്പോഴാണ് ഇയാൾ അതിനിടയിൽ തന്നെ പുള്ളി അറിയുന്നുണ്ട് എനിക്ക് ഫിലിമിൽ താല്പര്യം, ഫിലിമിൽ എന്നല്ല ഞാൻ അഭിനയം സീക്ക് ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളത്. അഭിനയത്തിൻ്റെ ഏതൊരു സൈഡും സീക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ പുള്ളി എന്താണ് ലൈക്ക് ഹീസ് എ ക്രിമിനൽ. സോ അത് അയാളെ പ്ലാനിങ്ങിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നിരിക്കാം. അപ്പം ഇയാൾ പ്രിവ്യൂവിന് എന്നെ ഇൻവൈറ്റ് ചെയ്തു. സാർ ഇൻവൈറ്റ് ചെയ്തല്ലോ. ഞാൻ അയാളെ എൻ്റെ സിദ്ദിഖ് അങ്കിൾ ഇങ്ങനെ ഞാൻ അയാളെ വിളിച്ചിട്ടുള്ളൂ. ആ സമയത്തൊക്കെ സിദ്ദിഖ് സാറിന് പോലും അല്ല അങ്കിൾ, അങ്ങനെയാണ് ഞാൻ ആ സമയത്ത് വിളിച്ചിട്ടുള്ളത്. അങ്ങനെ നിലയിൽ നമ്മൾ ഇതുപോലെ ഞാനും അമ്മയും അച്ഛനും കൂടെ പ്രിവ്യൂ കാണാനാണ് പോയത്. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഡിസ്കഷൻ ഉച്ചയ്ക്കാണ്, നിങ്ങൾ പൊക്കോ ഞാൻ അങ്ങ് എത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ മുന്നേയും ചില ഡിസ്കഷൻസ് ഒക്കെ നമുക്ക് നടന്നു. ഒരിടത്ത് ഇങ്ങനെ കിട്ടിയില്ല. ലൈക്ക് ഫസ്റ്റ് ടൈം എനിക്ക് അവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പം ഞാൻ ഒരു പ്രൊഫഷണൽ ഒരു അപ്രോച്ച് നമുക്കുണ്ടല്ലോ, അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ അവിടെ പോകുന്നത്. വളരെ ഓപ്പൺ ആയിട്ടാണ്. അതായത് അവിടെ പോകുമ്പോഴും രജിസ്റ്ററിൽ സൈൻ ചെയ്യുന്നു, എല്ലാം നമുക്ക് പ്രൊഫഷണാലിസം പോലെ തോന്നിപ്പിച്ച അകത്തൊരു ട്രാപ്പുണ്ട്, ആ ഒരു രീതി. പക്ഷെ അത് അറിയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ഡോറിനകത്ത് ലോക്ക്ഡ് ആയിരിക്കും. അപ്പം ഈ പറഞ്ഞ പോലെ അവിടെയുള്ള എല്ലാവർക്കും എല്ലാം അറിയുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബിക്കോസ് ഇടയിൽ ഈവൻ ഫുഡ് വരെ ഇയാൾക്കകത്ത് കൊണ്ടുവരാൻ ആൾക്കാരുണ്ടായിരുന്നു. സോ അവർക്കൊന്നും അറിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം ഡിസ്കഷൻ ആദ്യത്തെ കുറച്ച് പ്രൈമറി പിന്നെ മിനിറ്റ്സിലെ പുള്ളി എന്നാണ് അതിൻ്റെ ഫാക്ടേഴ്സ് ജസ്റ്റ് ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്തത്. ഇതൊക്കെയാണ്, അതായത് നിനക്ക് നല്ല താല്പര്യമുണ്ടല്ലേ, പാടുമല്ലേ, പാട്ട് എന്നെ കൊണ്ട് പാടിപ്പിച്ചു. അപ്പം നമുക്ക് ഒരിടത്തൊരു സംശയം തോന്നിപ്പിക്കാത്ത രീതിയിലായിരുന്നു. ആൻഡ് ഓൾ ഓഫ് എ സഡൻ ആണ് ഈ കോൺവെർസേഷൻ നേരെ ഡയറക്റ്റ് ചെയ്ത് സെക്ഷൽ രീതിയിലേക്ക് പോകുന്നതും വൃത്തികേടിൽ പോകുന്നതും. അറ്റാക്ക് ആണെന്നുള്ളൊരു സ്മെല്ല് കിട്ടി തുടങ്ങിയപ്പോൾ തന്നെ വാതിൽ ലോക്ക്ഡാണ് കംപ്ലീറ്റ് ആയിട്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഫുള്ള് ഗ്ലാസ്സസ്. എൻ്റെ ഒരു ഇമേജ് എന്ന് പറയുന്നത് ഫ്രണ്ടിൽ ഒരു ഗ്ലാസ് ഉണ്ട്, വലിയൊരു ഗ്ലാസ് വിൻഡോ പോലെ. അവിടെ നിന്ന് നോക്കി കാണുന്ന വിഷൻ എന്ന് പറയുന്നത് സ്വിമ്മിംഗ് പൂളും പിന്നെ റോഡും ഇതൊക്കെയാണ്. ഈ ഒരു ഇമേജ് ഉണ്ടല്ലോ, ഈ ഇമേജ് എന്ന് പറയുന്നത് ഞാനിത് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും എനിക്ക് ഇമേജ് ഉണ്ട്. ബിക്കോസ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് അവിടെ നിന്ന് പോകാൻ പറ്റില്ല. എനിക്ക് ചിലപ്പോൾ എനിക്ക് എൻ്റെ പാരൻസിനെ പോലും കാണാൻ പറ്റില്ല. ബിക്കോസ് ഇയാൾ എന്ത് ചെയ്യും എന്നുള്ളൊരു കാര്യമാണ്. സോ ഇയാൾ എന്നെ ട്രാപ്പ് ചെയ്ത് അയാൾ എന്നെ കുറേ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു വിത്തൗട്ട് മൈ കൺസെൻറ്റ്. അല്ലെങ്കിൽ അപ്പോഴൊക്കെ നമുക്ക് ബ്രെയിനിൽ ഈ വിഷയങ്ങളൊക്കെ ഒന്ന് പ്രോസസ്സ് ചെയ്ത് വരാൻ തന്നെ കുറച്ച് സമയം എടുക്കും. എന്താണ് നടക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനത്തെ കുറേ വിഷയങ്ങളാണ്. പ്രോസസ്സ് ചെയ്യുന്നില്ല ബ്രെയിൻ. എല്ലാം നമ്പാണ്, വേൾഡേ നമ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ഇടയിൽ ഇയാൾ ഈവൻ ലോക്ക് ചെയ്തിട്ടിട്ട് പോലും ഇയാൾ പ്രസ് മീറ്റ് കൊടുക്കാൻ പോയിട്ടുണ്ട്. പ്രസ് മീറ്റ് ഇൻ ദ സെൻസ് അന്ന് കുറച്ച് ചാനലുകൾ അവിടെ ഉണ്ടായിരുന്നു പ്രിവ്യൂവിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. സോ ഇറ്റ് വാസ് ലൈക്ക് നീ ഇവിടെ കിടക്ക്, ഐ കം. ഈ സെൻറ്റൻസ് ഒക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ ഇറങ്ങിപ്പോകാൻ ട്രൈ ചെയ്തിട്ടും എനിക്ക് പറ്റുന്നില്ല. സോ ഇയാൾ അവിടെ പോയിട്ട് ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് വന്നത്. ആ സമയത്ത് ഞാൻ കുറേ ലൈക്ക് ഫോണിൽ വിളിക്കുക ഇതൊക്കെ. പക്ഷേ അവിടെ അങ്ങനത്തെ ഒരു അക്സസിബിലിറ്റി ഇല്ല, ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ ലിറ്ററലി പേടിച്ച് പാനിക്കായാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. അതിനുശേഷം വന്നിട്ടാണ് പുള്ളി ഉപദ്രവിച്ചതും ലൈക്ക് ഇൻസേർട്ട് ചെയ്യാൻ നീ സമ്മതിച്ചു